അൽഹംദുലില്ലാ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്നെയും നിങ്ങളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. എല്ലാവരുടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളെ എല്ലാവരും. അവരുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു താളപ്പിശക് വന്നു പോയാൽ ഒരുപാട് മനപ്രയാസങ്ങൾ വന്നു ചേരും. ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നു ചേരും. എത്രയൊക്കെ ശ്രമിച്ചാലും പല കാരണങ്ങൾ കൊണ്ടും കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും. അത് മാതാപിതാക്കളോടായാലും മക്കളോടായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അത് കുടുംബത്തിൽ ഒരൈക്യമില്ലാതാവുകയും കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരികയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഒക്കെ. അങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഓരോ സ്ഥലത്തും ഓരോ അപകടങ്ങളും ആപത്തുകളും ആത്മഹത്യയും എല്ലാം ഉണ്ടാകുന്നത്. അതിൽ നിന്നെല്ലാം മോചനം തേടാൻ അള്ളാഹുവിനോട് ഈ ദിക്റും ഈ സൂറത്തും ഓതിയാൽ ഒരുപാട് മനസ്സുഖവും മനസ്സാന്നിധ്യവും ഉണ്ടായി കിട്ടും. എല്ലാവരുടെയും സ്നേഹം നേടാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുവാനും എല്ലാവരും ഇഷ്ടപ്പെടാനും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടാനും ഈ ദിക്ർ പതിവാക്കിയാൽ മതി. ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹവും ഇഷ്ടവും നേടാൻ ഈ ദിക്റും ഈ സൂറത്തും ഓതിയാൽ മതി. ഹലാലായ എന്ത് കാര്യം ചെയ്യുന്നതിനും ഹലാലായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും പൂർണ്ണ ഇഷ്ടത്തോടെ ആത്മാർത്ഥതയോടെ ഓതിയാൽ അള്ളാഹു തീർച്ചയായും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. മറ്റൊരാളുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റാനും പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം കൊണ്ടും നമുക്ക് സാധിക്കും. പടച്ചറപ്പ് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നമുക്കത് സാധിക്കാൻ കഴിയും. ആർക്കെങ്കിലും നമ്മളോട് വെറുപ്പുണ്ടാകാം, അവരുമായി നമ്മൾ ഹൈറായ രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാനും ഈ ഒരു കാര്യം മാത്രം മതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ ഓരോ പ്രത്യേകതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നാമം 48ാമത്തെ നാമമായ യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനും ഈ ദിക്ർ പതിവാക്കിയാൽ മാത്രം മതി. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മടി തോന്നുന്ന സമയത്ത് മനസ്സറിഞ്ഞ് ഈ ദിക്ർ പതിവാക്കിയാൽ ഫലം ഉറപ്പാണ്. ഈ ഇസ്മ 33 തവണ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതി 33 പ്രാവശ്യം ഓതണം. എല്ലാ നമസ്കാര ശേഷവും അള്ളാഹുവിനോട് നമ്മുടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരുന്നുകൊണ്ട് ഇത് 33 പ്രാവശ്യം ഈ സൂറത്തും ഈ ഇസ്മും 33 പ്രാവശ്യം എല്ലാ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഹലാലായി ഏത് മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രമിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെയും